സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ സ്വാഗതവും സ്നേഹമൊന്നും അറിയിച്ചുകൊണ്ട് നോമ്പുകാല ചിന്തകളിൽ യേശുവിൻ്റെ ക്രൂശിലെ ഒന്നാമത്തെ മൊഴി പ്രാർത്ഥനയോടെ നമുക്ക് ധ്യാനിക്കാം. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം അധ്യായം 23 വാക്യം 34. പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 23 അധ്യായം 34 വാക്യത്തിൽ ക്രൂശിതനായ കർത്താവ് ക്രൂശിൽ കിടന്നുകൊണ്ട് മൊഴിഞ്ഞ 7 മൊഴികളിൽ ഒന്നാമത്തേതാണ് നാം വായിച്ചു കേൾക്കുവാനിടയായത്. ഈ ഒന്നാമത്തെ മൊഴി പുത്രനായ ദൈവത്തിൻ്റെ പ്രാർത്ഥനയാണ്. പിതാവായ ദൈവത്തോടുള്ള പ്രാർത്ഥന. ഈ പ്രാർത്ഥന തനിക്ക് വേണ്ടിയല്ല, പ്രത്യുത തന്നെ ക്രൂശിച്ചവർക്ക് വേണ്ടിയാണ്. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് ഒരു പുണ്യമാണ്, അതൊരു നന്മയാണ്. പ്രത്യേകിച്ച് നാം ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ വായിക്കുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച, അഥവാ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഇയ്യോബിന് ഇരട്ടി അനുഗ്രഹം ലഭിച്ചു എന്ന് കാണുന്നു. ഇയ്യോബിൻ്റെ പുസ്തകം 42:10 അതാണ് നാം കാണുന്നത്. ഇയ്യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവൻ്റെ അവസ്ഥയ്ക്ക് ഭേദം വരുത്തിയെന്നാണ് നാം കാണുന്നത്. അവൻ എന്തെല്ലാം നഷ്ടപ്പെട്ടുവോ അതെല്ലാം ഇരട്ടിയായി അവന് തിരിച്ചു കിട്ടുന്നു. ഇവിടെ എല്ലാം നഷ്ടപ്പെട്ടവനായി യേശു പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. മാനസികവും ശാരീരികവും ആത്മീയവുമായി യേശുവിന് ഇനി നഷ്ടപ്പെടാനായിട്ട് ഒന്നുമില്ല. ആകെയുള്ളത് അവസാന ജീവനാണ്, അഥവാ ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുക്കേണ്ടുന്ന ആ ഒരു സമർപ്പണം മാത്രമാണ്. ആ സമയത്തും, അഥവാ ആ ക്രൂശിൽ കിടക്കുമ്പോഴും 3 ആണിമേൽ തൂങ്ങി നിൽക്കുമ്പോഴും പ്രാർത്ഥിക്കുവാൻ കഴിയുക എന്നുള്ളത് അതും ഒരു വലിയ ദൈവ കൃപയാണ്, ദൈവത്തിൻ്റെ സഹായമാണ്, ദൈവത്തിൻ്റെ ശക്തിയാണ്. പ്രതികൂലങ്ങളിലായിരിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് ആ പ്രതിസന്ധിയുടെ മധ്യേ പ്രാർത്ഥിക്കുവാൻ കഴിയാറില്ലല്ലോ. ചിലപ്പോൾ നമുക്കൊരു വാക്കുപോലും ലഭിക്കാറില്ല. പ്രത്യേകിച്ച് ഉദാഹരണമായി നമ്മുടെ ഭവനത്തിൽ, നമ്മുടെ കുടുംബത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തി അകാലത്തിൽ മരണപ്പെട്ടു എന്ന് കരുതുക. ആ സമയം നാം എത്ര സമയം പ്രാർത്ഥിക്കും? അതെ, പ്രാർത്ഥനയ്ക്ക് ഒരു വാക്കുപോലും കിട്ടണമെന്നില്ല. യേശു ഇപ്പോൾ 3 ആണിമേൽ ക്രൂശിന്മേൽ തൂങ്ങി നിൽക്കുകയാണ്. മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് നിൽക്കുന്ന ആ സമയത്തും പ്രാർത്ഥിക്കുന്നു. ആർക്കു വേണ്ടിയാണ്? തനിക്ക് വേണ്ടിയല്ല, പ്രത്യുത തന്നെ ഉപദ്രവിച്ചവർക്ക് വേണ്ടി, തന്നെ അടിച്ചവർക്കും ഇടിച്ചവർക്കും കുത്തിയവർക്കും നിന്ദിച്ചവർക്കും പരിഹാസിച്ചവർക്കും കുരിശിൽ തറച്ച് നശിപ്പിച്ചവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ
യേശു പരസ്യ ശുശ്രൂഷയിൽ എന്താണോ പ്രസ്താവിച്ചത്, അഥവാ എന്താണോ ഉപദേശിച്ചത്, എന്താണോ പഠിപ്പിച്ചത്, അത് യാഥാർത്ഥ്യമാക്കി ജീവിതത്തിൽ മാതൃക കാട്ടുകയാണ്. നിങ്ങൾ നിങ്ങളുടെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പിനെന്ന് പരസ്യ ശുശ്രൂഷയിൽ പഠിപ്പിച്ചുവെങ്കിൽ, ഇവിടെ ഇതാ യേശു തന്നെ നശിപ്പിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എത്ര നല്ല മാതൃകയാണ് ഈ 1-ാം മൊഴിയിൽ നാം കാണുന്നത്. ആമേൻ, ആമേൻ.